കഴിഞ്ഞ ദിവസം വളരെയധികം വാർത്താ പ്രാധാന്യമുള്ള ഒരു വെളിപ്പെടുത്തലുമായി മുൻ ഇംഗ്ലീഷ് താരവും അവരുടെ നായകനും IPL-ൽ വിവിധ ടീമുകൾക്ക് വേണ്ടി തിളങ്ങുകയും ഒക്കെ ചെയ്ത കെവിൻ പീറ്റേഴ്സൺ രംഗത്തെത്തിയിരുന്നു. IPL-ൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് ഇംഗ്ലീഷ് ടീം അധികൃതരുമായുണ്ടായ തർക്കം കാരണമാണ് തൻ്റെ രാജ്യാന്തര കരിയർ അകാലത്തിൽ അവസാനിച്ചത് എന്നായിരുന്നു പീറ്റേഴ്സന്റെ വെളിപ്പെടുത്തൽ. യൂട്യൂബർ രൺബീർ അല്ലാബാദിയയുമായുള്ള അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ തുറന്നു പറച്ചിൽ ഉണ്ടായത്. ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡ് തുടക്കകാലത്ത് നമുക്കറിയാം IPL-നെതിരായ നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. രണ്ടായിരത്തി പ്രഥമ IPL-ൽ ആ ഉദ്ഘാടന പതിപ്പിൽ പങ്കെടുക്കുന്നതിൽ നിന്നും ഇംഗ്ലണ്ട് താരങ്ങളെ ECB വിലക്കിയിരുന്നു. ആ വർഷം കളിച്ച ഏക ഇംഗ്ലീഷ് താരം ദിമിത്രി മസ്കരാനസ് ആയിരുന്നു. ആൻഡ്രൂ ഫ്ലിൻഡോഫും ലൂക്ക് റൈറ്റും സ്റ്റീവ് ഹാർമിസണും കെവിൻ പീറ്റേഴ്സണും അടക്കമുള്ള അന്നത്തെ ലോക ക്രിക്കറ്റിലെ വമ്പൻ ഇംഗ്ലീഷ് താരങ്ങളൊക്കെയും ആ സമയത്ത് നിർഭാഗ്യവശാൽ ആ IPL എഡിഷനിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നിരുന്നു അവർക്ക്. തൊട്ടടുത്ത വർഷം 2009 ഭാഗികമായി 3 ആഴ്ചത്തെ പരിമിത സമയത്തേക്ക് IPL-ൽ പങ്കെടുക്കാൻ ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡ് താരങ്ങളെ അനുവദിക്കുകയുണ്ടായി. അതും കളിക്കാരുടെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു അങ്ങനെയൊരു അനുവാദമുണ്ടായത്. കെവിൻ പീറ്റേഴ്സൺ 2009 അങ്ങനെ RCBയുടെ ഭാഗമായി മാറുന്നു. എന്നാൽ IPL-ന് മുൻഗണന നൽകാനുള്ള ആ തീരുമാനം ECB-യുമായുള്ള കടുത്ത ഭിന്നതയ്ക്ക് കാരണമായിട്ടാണ് ഇപ്പോൾ പീറ്റേഴ്സന്റെ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. കെവിൻ പീറ്റേഴ്സന്റെ രൺബീറുമായുള്ള അഭിമുഖത്തിലെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എൻ്റെ ഇംഗ്ലണ്ട് കരിയർ അവസാനിക്കുമ്പോൾ എനിക്ക് വെറും 33 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 104 ടെസ്റ്റ് മത്സരങ്ങൾ മാത്രമേ ആ സമയത്ത് ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരുപക്ഷെ ഞാൻ 150 മുതൽ 160 ടെസ്റ്റുകൾ വരെ കളിക്കുകയും 12,000-ന്റെ അടുത്തോ അല്ലെങ്കിൽ 13,000-ന് മുകളിലോ റൺസ് നേടുകയും ചെയ്യേണ്ടതായിരുന്നു. അതായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. എന്നാൽ ഞാൻ IPL-ൽ എത്തിയതോടെ എനിക്ക് എൻ്റെ കരിയർ തന്നെ നഷ്ടപ്പെടുകയായിരുന്നു. ECB-യിലെ എല്ലാവരും എനിക്കെതിരെ തിരിയാൻ കാരണവും അതായിരുന്നു. എന്നെ വേട്ടയാടാൻ ECB ദി ടെലിഗ്രാഫ് എന്ന പത്രത്തെ ഉപയോഗിച്ചിരുന്നുവെന്ന്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. അത് വലിയ തോതിൽ അന്ന് വാർത്ത ആയതാണ്. ഇപ്പോൾ ഞാൻ സമാധാനപരവും സന്തോഷകരവുമായ ഒരു ജീവിതമാണ് നയിക്കുന്നത് എന്നാണ് പീറ്റേഴ്സൺ ഈ അഭിമുഖത്തിൽ പറയുന്നത്. അതിനൊപ്പം അദ്ദേഹം മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. തൻ്റെ നിലപാട് കരിയറിനെ ബാധിച്ചെങ്കിലും ഭാവി തലമുറയിലെ ഇംഗ്ലണ്ട് കളിക്കാർക്ക് ഈ ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൽ പങ്കെടുക്കാനുള്ള സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ എൻ്റെ അന്നത്തെ നിലപാട് സഹായിച്ചിട്ടുണ്ട്. ജോസ് ബട്ട്ലർ അടക്കമുള്ള താരങ്ങൾക്ക് പിന്നീട് IPL-ൽ തിളങ്ങാനുള്ള വഴിമരുന്നിട്ടതും അന്നത്തെ തൻ്റെ നിലപാടുകളും ത്യാഗവുമായിരുന്നു. അപ്പോൾ പീറ്റേഴ്സന്റെ ഇതിനകം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ വെളിപ്പെടുത്തൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. മുൻ ഡൽഹി RCB SRH താരം കൂടിയാണ് കെവിൻ പീറ്റേഴ്സൺ. കെവിൻ പീറ്റേഴ്സൺ എന്ന KP എന്ന് പറയുമ്പോൾ ഒരു ഇടിമുഴക്കമാർന്ന തുടക്കവുമായി ഇംഗ്ലീഷ് ക്രിക്കറ്റിലേക്ക് എത്തി പിന്നീട് വിവാദ പുരുഷനായി കളം വിടേണ്ടി വന്ന താരമായിരുന്നു. 23 സെഞ്ചുറികളും ടെസ്റ്റ് സെഞ്ചുറികളും 35 അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടെ 8,181 റൺസോടെയാണ് അദ്ദേഹം തന്നെ ടെസ്റ്റ് കരിയർ അവസാനിപ്പിച്ചത്. അതിനൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഉയർന്ന സ്കോർ ഓസ്ട്രേലിയക്കെതിരെയുള്ള 227 റൺസായിരുന്നു. ഏകദിന കരിയറിലാണെങ്കിൽ അദ്ദേഹം 9 സെഞ്ചുറികൾ നേടിയിട്ടുണ്ട്. ഹയസ്റ്റ് സ്കോർ 130 ആയിരുന്നു. T20 ക്രിക്കറ്റിൽ IPL-ലും മറ്റുമായി അദ്ദേഹത്തിൻ്റെ സെഞ്ചുറികൾ അദ്ദേഹം നേടിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനൊപ്പം അദ്ദേഹത്തിൻ്റെ ഇൻ്റർനാഷണൽ കരിയർ എടുത്തു നോക്കുകയാണെങ്കിൽ 32 സെഞ്ചുറികളാണ് അദ്ദേഹം അന്താരാഷ്ട്ര തലത്തിൽ നേടിയിട്ടുള്ളത്. അതുപോലെ ടെസ്റ്റ് രാജ്യങ്ങൾക്കെതിരെ ഏകദേശം ബംഗ്ലാദേശിനും സിംബാബ്വേക്കും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ടെസ്റ്റ് നേഷൻസിനെതിരെയും അദ്ദേഹം സെഞ്ചുറി കുറിച്ചിട്ടുണ്ട്. ആഷസിലെ ഷെയ്ൻ വോണിനെതിരെയുള്ള മികച്ച പ്രകടനങ്ങളോടെയാണ് 2005 ആഷസിന് ശേഷം KP എന്ന അതികായൻ ഇംഗ്ലീഷ് ക്രിക്കറ്റിൽ വരവറിയിക്കുന്നത്. പിന്നീടുള്ള ഏതാണ്ട് ഒരു ദശാബ്ദത്തോളം ഇംഗ്ലീഷ് ക്രിക്കറ്റിൻ്റെ പതാകവാഹകനായിരുന്നു KP-യുടെ ഇംഗ്ലീഷ് ക്രിക്കറ്റിൽ നിന്നുള്ള അകാലത്തിൽ നിന്നുള്ള പുറത്താകലിനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും ആ കാലത്തെ ഇംഗ്ലീഷ് കോച്ചായിരുന്ന ആൻഡി ഫ്ലവറിനെ കുറിച്ച് കൂടി പരാമർശിക്കണം. റിവേഴ്സ് സ്വീപ്പുകളുടെ ആശാനായിരുന്ന ഒരു കാലത്തെ സിംബാബ്വേയുടെ എല്ലാമായിരുന്ന ആൻഡി ഫ്ലവർ അദ്ദേഹം വിരമിച്ചതിന് ശേഷമാണ് പിന്നീട് ഇംഗ്ലീഷ് ടീമിൻ്റെതടക്കം കോച്ചായി സേവനമനുഷ്ഠിച്ച് രംഗത്തെത്തിയത്. അതായത് ആ കാലത്ത് ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡും KP-യും തമ്മിലുള്ള അസ്വാരസ്യം മൂർച്ഛിക്കുന്ന സമയത്ത് ഫ്ലവർ ആയിരുന്നു അവരുടെ കോച്ച്. ഫ്ലവറിൻ്റെ കോച്ചിങ് കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നായിരുന്നു അന്നത്തെ സൂപ്പർ ബാറ്ററായിരുന്ന കെവിൻ പീറ്റേഴ്സണുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഇരുവരും തമ്മിലുള്ള സംഘർഷങ്ങളുമെല്ലാം. 2008 മുതൽ 2014 വരെ ഇംഗ്ലണ്ട് ടീമിൻ്റെ പരിശീലകനായിരുന്ന ഫ്ലവർ തുടർന്ന് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ക്രിക്കറ്റ് ബോർഡിൻ്റെ ഡയറക്ടറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ആ സമയത്ത് ടീമിൻ്റെ പ്രധാന താരം, നമുക്കറിയാം സൂപ്പർ താരം, അതൊക്കെയായിരുന്നു കെവിൻ പീറ്റേഴ്സൺ. നമ്മുടെ വിരാട് കോഹ്ലിയെ എങ്ങനെയാണ് നമ്മൾ ഇന്ത്യൻ ടീമിലെ സ്ഥാനം, അതുപോലെയായിരുന്നു പീറ്റേഴ്സൻ്റെ ഇംഗ്ലീഷ് ടീമിലെ ആ സമയത്തെ സ്ഥാനം. ഇംഗ്ലീഷ് ടീമിൻ്റെ പതിഞ്ഞ താളമെന്ന മനോഭാവം പോലും മാറ്റിയ ഹീറോ ആയിരുന്നു കെവിൻ പീറ്റേഴ്സൺ ആ സമയത്ത്. ഒരു ഇംഗ്ലീഷുകാരൻ ആയിരുന്നില്ലെങ്കിൽ പോലും തൻ്റെ രാജ്യത്തെ ക്വാട്ട വ്യവസ്ഥയിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഇംഗ്ലണ്ടിലേക്ക് കുടിയേറിയ സൗത്ത് ആഫ്രിക്കൻ വംശജനായിരുന്നു കെവിൻ പീറ്റേഴ്സൺ എന്ന KP. ഇംഗ്ലീഷ് ക്രിക്കറ്റിന് തീർത്തും പരിചിതമല്ലാത്ത ആറ്റിറ്റ്യൂഡും ടാറ്റു പതിപ്പിച്ച മസിലുകളും ഫെങ്കി കളർഫുൾ ഹെയർ സ്റ്റൈലും ഒക്കെയായി വന്ന
കെവിൻ പീറ്റേഴ്സൺ. അദ്ദേഹം ഒരു വ്യത്യസ്തനായിരുന്നു, ഡാരിങ് ഡബിൾ ആയിരുന്നു കെവിൻ പീറ്റേഴ്സൺ. തൻ്റെ ജന്മദേശത്തിനെതിരെ, അതായത് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നടന്ന ഒരു പരമ്പരയിൽ തന്നെ 3 ഏകദിന സെഞ്ചുറികളുമായിട്ടാണ് അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വരവറിയിച്ചത്. മാറ്റത്തിൻ്റെ പാതയിലേക്ക് നീങ്ങിയ ഇംഗ്ലീഷ് പടയ്ക്കും ആൻഡ്രൂ ഫ്ലിൻറ്റോഫിനും ഒപ്പം അയാളും ചേർന്നതോടെ 18 വർഷം നീണ്ട ഇംഗ്ലണ്ടിൻ്റെ ആഷസ് പരമ്പര വരൾച്ചയ്ക്കും വിരാമമാവുകയായിരുന്നു. 2005 എതിർ ബോളിംഗ് നിരക്കെതിരെ അയാളുടെ ബാറ്റുകൾ അതിലും ശക്തമായി ഗർജിച്ചതോടെ അവർക്ക് എന്നും അന്യമായി നിന്നിരുന്ന ലോകകപ്പും 2010 T20 കിരീട രൂപത്തിൽ ഇംഗ്ലീഷ് ക്രിക്കറ്റിന്റെ ഷോക്കേസിൽ എത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ കാര്യങ്ങൾ മാറി മറിഞ്ഞത് ആൻഡി ഫ്ലവർ കോച്ചായി വന്നപ്പോഴാണ്. ആ സമയത്ത് KP തന്നെയായിരുന്നു അവരുടെ പ്രധാന ബാറ്റ്സ്മാൻ. ആഷസിൽ അഡലേഡിൽ ആ സമയത്ത് തന്നെയാണ് 227 റൺസ് എടുത്തുകൊണ്ട് കെവിൻ പീറ്റേഴ്സൺ ഓസീസിനെതിരെയുള്ള ഒരു ടെസ്റ്റ് വിജയത്തിൽ നിർണായകമായ സാന്നിധ്യമായത്. ആ സമയത്ത് ഇന്ത്യക്കെതിരായ പരമ്പരയിലും ടോപ്പ് സ്കോററും ഇതേ പീറ്റേഴ്സൺ തന്നെയായിരുന്നു. അപ്പോൾ IPL-ലും KP മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നു. എന്നാൽ ഏതാണ്ട് ഒരു വർഷം ആകുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ മാറി മറിയുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. 2012 ഓഗസ്റ്റിൽ പീറ്റേഴ്സൺ ഒരു പുതിയ വിവാദത്തിൽ ഉൾപ്പെടുകയായിരുന്നു. തൻ്റെ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്ന ആൻഡ്രൂ സ്ട്രോസിനെതിരെയുള്ള വിവാദപരമായ ടെക്സ്റ്റ് മെസ്സേജുകളും സ്ട്രോസിൻ്റെ വീക്ക്നെസ്സുകളും മറ്റുമൊക്കെ എതിർ ടീമായ സൗത്ത് ആഫ്രിക്കൻ ടീമിലെ കളിക്കാർക്ക് അദ്ദേഹം അയച്ചു കൊടുത്തു എന്നതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം. ആ സമയത്ത് ഇംഗ്ലീഷ് ടീമും സൗത്ത് ആഫ്രിക്കൻ ടീമും തമ്മിലുള്ള ആവേശകരമായ ടെസ്റ്റ് മത്സര പരമ്പര നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പീറ്റേഴ്സൺ ഈ സംഭവം നിഷേധിച്ചുവെങ്കിലും ഏറ്റവും വിവാദമായത് സ്ട്രോസിനെ ഔട്ടാക്കാനുള്ള തന്ത്രങ്ങൾ വരെ ആ മെസ്സേജുകളിൽ ഉണ്ടെന്ന ആരോപണമായിരുന്നു. അതോടെ വിധിനിർണായകമായ ലോർഡ്സ് ടെസ്റ്റിൽ നിന്നും പീറ്റേഴ്സനെ മാറ്റി നിർത്തുകയായിരുന്നു അന്ന് ഇംഗ്ലീഷ് ടീം മാനേജ്മെന്റ്. ടെക്സ്റ്റ് ഗേറ്റ് വിവാദം എന്ന പേരിൽ അറിയപ്പെട്ട ഈ സംഭവങ്ങൾ ഇംഗ്ലീഷ് ടീമിലും വിള്ളലുണ്ടാക്കുന്നു. പിന്നീട് 2013 ആഷസിൽ ഇംഗ്ലീഷ് നിര 5-0 നാണം കെട്ടപ്പോൾ ആൻഡി ഫ്ലവറിനെ കോച്ച് സ്ഥാനത്തു നിന്നും അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരുന്നു. അതിനുശേഷം സിംബാബ്വെ പര്യടനത്തിന് ശേഷം കെവിൻ പീറ്റേഴ്സനെയും ടീമിൽ നിന്നും ക്രിക്കറ്റ് ബോർഡ് പുറത്താക്കുകയായിരുന്നു. പിന്നീട് 2014 ആൻഡി ഫ്ലവറിനെതിരെ രൂക്ഷ വിമർശനവുമായി KP രംഗത്ത് വന്നിരുന്നു. അദ്ദേഹം തന്നെ ഡ്രസ്സിംഗ് റൂമിൽ നിന്നും എല്ലാവരുടെയും മുന്നിൽ നിന്ന് അധിക്ഷേപിച്ചു എന്നതടക്കം തൻ്റെ 2014 പുറത്തിറങ്ങിയ ബയോഗ്രഫിയിൽ പീറ്റേഴ്സൺ പറയുകയുണ്ടായി. എന്നാൽ ഈ സാഹചര്യങ്ങളെ വേറെ രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും താൻ ചിന്തിക്കാറുണ്ട് എന്നായിരുന്നു വർഷങ്ങൾക്ക് ശേഷമുള്ള ആൻഡി ഫ്ലവറിൻ്റെ ഈയൊരു വിഷയത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായമുണ്ടായത്. അദ്ദേഹവുമായുള്ള ബന്ധം സ്ഥാപിക്കാമായിരുന്നു, ഒരുപക്ഷെ കെവിനും ഇപ്പോൾ അങ്ങനെ തോന്നുമായിരിക്കും എന്നാണ് ഫ്ലവർ വർഷങ്ങൾക്ക് ശേഷം ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ആൻഡി ഫ്ലവർ ഇംഗ്ലീഷ് കോച്ചായിരുന്ന കാലത്ത് താരങ്ങളെ IPL-ൽ കളിപ്പിക്കുന്ന കാര്യത്തിൽ അനുകൂലമായ നിലപാടായിരുന്നില്ല എടുത്തിരുന്നത്. അന്ന് കെവിൻ പീറ്റേഴ്സണുമായി ഫ്ലവറിന് വ്യക്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാനും ഇത് കാരണമായിരുന്നു. പിന്നീട് ഫ്ലവറിൻ്റെ കാലത്തിന് ശേഷമാണ് ECB IPL-ലുമായി ബന്ധപ്പെട്ട നിലപാട് മാറ്റിയത്. പിന്നീട് IPL-ൽ ഓസ്ട്രേലിയൻ കളിക്കാർക്കൊപ്പം കൂടുതൽ ആളുകൾ വിളിച്ചെടുക്കുന്ന താരങ്ങൾ ഇംഗ്ലീഷ് താരങ്ങളായി മാറിയതും നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ KPയുടെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ വാർത്തയാവുമ്പോൾ ഒരു ശരാശരി ക്രിക്കറ്റ് ഫാനിൻ്റെ മനസ്സിൽ വന്ന് നിറയുന്നത് ഇതൊക്കെയാണ്.